ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൺ കാന്താരീസ്. ചിക്കൻ കറിയുടെ മണമുള്ള ഒരു ചെറുപയർ കറി ആയാലോ? അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. നന്നായി കുതിർത്ത് വെച്ച ചെറുപയർ, 2 അല്ലി വെളുത്തുള്ളിയും, ഒരു ഉരുളക്കിഴങ്ങ് പൊടിയായി അരിഞ്ഞതും, അല്പം മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വിസിലിട്ടെടുക്കാം. ഒരു 2 വിസിലൊക്കെ ധാരാളം മതിയാവും. ചെറുപയർ തലേന്നേ വെള്ളത്തിലിടുകയാണെങ്കിൽ രാവിലെ ഇട്ടതാണെങ്കിൽ നമുക്കൊരു 3-4 വിസിലിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് ഒരു വലിയ ഉള്ളിയും ഒരു 4-5 ചെറിയുള്ളി നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ മൂപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഉള്ളി വല്ലാതെ വാടി ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല. അങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് മാറുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എല്ലാം വല്ലാതെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് വീണ്ടും ചെറുപയറിൻ്റെ കൂടെ ഇട്ട് വിസിലിട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുളിയുടെ ആവശ്യത്തിന് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തക്കാളി മതിയെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്നും പൊടിയായി അരിയണമെന്നൊന്നുമില്ല, നമ്മൾ സാധാ അരിയുന്ന പോലെ അരിഞ്ഞാൽ മതി. നന്നായി നൈസായിട്ട് അരിയണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ എന്തായാലും ഇത് വിസിലിട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ തക്കാളി കൂടി ചേർത്ത് തക്കാളി നന്നായി വെന്തുടയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് അല്പം മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യലാണ് ചിക്കൻ മസാല. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവ് അതിനനുസരിച്ചിട്ട് മുളക് പൊടിയും പച്ചമുളകും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ചെറുപയറും അതുപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടിരിക്കുന്നുണ്ടാവും. കുക്കർ തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങും ചെറുപയറൊക്കെ ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായി ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന മസാല, ഉള്ളിയും തക്കാളിയും ചേർന്ന മസാല മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതിന് വീണ്ടും ഒന്ന് വിസിലിട്ടെടുക്കാം. ഒരു വിസിലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുപയർ ഇനി വേവാൻ ബാക്കിയുണ്ടെങ്കിൽ അതും വെന്ത് കിട്ടും. അതിനോട് കൂടെ ഉരുളക്കിഴങ്ങും മസാലയുമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറുന്നനെയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ ഒന്നും കൂടി നന്നായി കുറുക്കിയതിന് ശേഷം ഉപ്പും മുളകും ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മണമുള്ള ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് ചെറിയ ഉള്ളിയും കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ ചുവന്ന മുളകും താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കിടിലനായ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പോരാത്ത നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചെറുപയർ കറി ഒഴിച്ച് അതിലേക്ക് അല്പം നെയ്യും കൂടി ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.